ഹായ് ഹലോ, ഞാൻ അഖില. വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഓർഗൻസ സാരിയുടെയാണ് കേട്ടോ. അതായത് കസ്റ്റമർ പറഞ്ഞിട്ട് ഞാൻ പോയി പർച്ചേസ് ചെയ്യാണ്. ആ ഒരു വീഡിയോ കോളിലൂടെയൊക്കെ വിളിച്ച് മെറ്റീരിയൽ കാണിച്ച് പർച്ചേസ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇതേപോലെ തന്നെ സെയിം സാരിയും ബ്ലൗസും ഈ സെയിം തന്നെ മെറ്റീരിയലാണ്. പ്ലെയിൻ ആയിരുന്നു. പ്ലെയിൻ അല്ല, ഇത് ഓൾറെഡി ഇതിൽ ചെറിയ ചെറിയ ആ ഒരു വർക്ക് ഉണ്ടല്ലോ, അത് ഓൾറെഡി സാരിയിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഞാൻ സ്കാലപ്പ് ചെയ്തെടുത്തതാണ് സാരി ഫുള്ള്. പിന്നെ അതേപോലെ തന്നെ സാരിയുടെ ബ്ലൗസിലും ഇതേപോലെ ഞാൻ സ്കാലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സാരിയുടെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ്. ഫ്രണ്ടിൽ പ്രിൻസസ് കട്ട് കൊടുത്തിട്ട് ഫ്രണ്ടിൽ റൗണ്ട് നെക്കും ഫ്രണ്ട് ഓപ്പണും ആണ് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ സ്ലീവ്സ് രണ്ടും സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സ് ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല, ഞാനത് ഹാൻഡ് വർക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്ന വീഡിയോയും കൂടിയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ സ്ലീവ്സ് രണ്ടും അറ്റാച്ച് ചെയ്യാതെ ഓപ്പൺ ആയിട്ടാണ് സൈഡ് കിടക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ബ്ലൗസിൻ്റെ ബാക്ക് വരുന്നത് ഇതേപോലെ വീനക്കാണ്. ബ്ലൗസ് ഞാൻ അയണൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹാൻഡ് വർക്ക് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനിത് അയൺ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കിതിൽ സാരിയിൽ എവിടേക്കാണ് വർക്ക് വരുന്നതെന്ന് കാണാം. ഇത് സാരിയുടെ പല്ലുവിൻ്റെ കോർണറാണ്. ഇതിൽ ഇതേപോലെ ആദ്യം കാണിച്ച റൗണ്ട് പിന്നെ കാണിച്ച റൗണ്ട്, അതിൽ ആദ്യം കാണിച്ച റൗണ്ടിൽ ചെറിയ തിക്ക് പോലെയും പിന്നെ ബാക്കി സ്കാറ്റർ ചെയ്തുമാണ് ഞാൻ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ചെസ്റ്റിൻ്റെ പോർഷനിലും വരുന്നുണ്ട്. ഒരു 18 ഇഞ്ചാണ് കസ്റ്റമർ വർക്ക് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ത്രെഡ് കൊണ്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് വേഗം എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ മറ്റേതാ ചോക്ക് വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ വേഗം മാഞ്ഞു പോകും. അതേപോലെ തന്നെ സ്ലീവ്സിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ചെസ്റ്റിലും സ്ലീവ്സിലും ഒരു 1.5 ഇഞ്ചാണ് ഞാൻ വർക്ക് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ കട്ട് ബീഡും സീക്വൻസും വെച്ചിട്ടാണ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ കട്ട് ബീഡും സീക്വൻസും ഒന്നും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സീക്വൻസ് വരുന്നത് സെയിം ഷെയ്ഡ് തന്നെ എനിക്ക് കിട്ടിയില്ല, എന്നാലും ഏകദേശം മാച്ചാണ്. വെച്ച് നോക്കിയിട്ട് ഓക്കെ ആണെന്ന് തോന്നിയപ്പോൾ ഞാനിത് വാങ്ങി. അതേപോലെ തന്നെ കട്ട് ബീഡും വരുന്നുണ്ട്. കട്ട് ബീഡ് ഏകദേശം നല്ല കറക്റ്റ് ഷെയ്ഡ് കിട്ടിയിട്ടോ. എന്തോ ഭാഗ്യം കൊണ്ട്, കാര്യം ഇങ്ങനത്തെ ഷെയ്ഡുകളൊന്നും അങ്ങനെ കിട്ടാറേ ഇല്ല. അപ്പോൾ ഞാനിത് ഫ്രെയിമിലിട്ടു. പല്ലുവിൻ്റെ പോർഷനിലെ വർക്ക് മാത്രമാണ് ഞാൻ കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ ഫ്രെയിമിലിട്ടു, നൂലിട്ട് വലിച്ച് കെട്ടിയിട്ടുണ്ട്. അതാകുമ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കും. അപ്പം നമുക്ക് വർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതേപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് സീക്വൻസ് വെച്ചേക്കാണ് കേട്ടോ, സ്റ്റിച്ചൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു രീതിയിലാണ് സീക്വൻസ് നമുക്ക് തുന്നിയെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ സീക്വൻസ് ഇതേപോലെ തുന്നിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ സൂചി എടുത്തു. സൂചി എപ്പോഴും കറക്റ്റ് സൂചി, ചെറിയ തിന്നായിട്ടുള്ള സൂചി വേണം ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതായത് ക്ലോത്തിലൊക്കെ കയറാനാണെങ്കിലും ഒക്കെ എളുപ്പം ചെറിയ സൂചി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ സൂചി എടുത്തു, എന്നിട്ട് ഒരു സീക്വൻസ് ഇങ്ങനെ കോർത്തു. അത് കഴിഞ്ഞിട്ട് ആ സീക്വൻസിൻ്റെ 2 സൈഡും നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കണം. ഒരു സൈഡ് മാത്രം ലോക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക്, അതായത് നമ്മളിങ്ങനെ സാരിയൊക്കെ എടുക്കുമ്പോഴും മുന്താണിയുടെ പോർഷൻ ഇങ്ങനെ വലിച്ചൊക്കെ ഫ്രണ്ടിലേക്ക് പിടിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കും സീക്വൻസ്. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ കൊള്ളുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് സീക്വൻസ് ഞാൻ ഇതേപോലെ 2 സൈഡും ലോക്ക് ചെയ്ത് കൊടുക്കണേ. നോർമലി അങ്ങനെയാണ് എല്ലാവരും ചെയ്യാറ്. ചിലവർ 3 സൈഡ് ലോക്ക് ചെയ്യും, ചിലവർ 4 സൈഡ് ലോക്ക് ചെയ്യും. അപ്പോൾ ഓരോ നമ്മുടെ വർക്കിൻ്റെ ഭംഗി അനുസരിച്ചാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 2 സൈഡ് മാത്രമാണ് ലോക്ക് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഞാനൊരു 3-4 എണ്ണം ഇങ്ങനെ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒത്തിരി പേരെൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ. പിന്നെ ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ സീക്വൻസിൻ്റെ വർക്കെല്ലാം ചെയ്തു. ഇതേപോലെ ഫൈനൽ ലുക്ക്, സീക്വൻസ് മാത്രം ചെയ്തേക്കുന്നതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരൊറ്റ ഇഴ നൂലിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടും അടിയിൽ നൂല് ഒരുപാട് ഇങ്ങനെ നിഴൽ കാണാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റ ലെയർ ഇട്ട് തന്നെ ത്രെഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് നിഴലിട്ട ഓരോന്നും കാണൂല. അപ്പോൾ സാരിയൊക്കെ ഫ്രണ്ടിലേക്ക് പിടിക്കുമ്പോഴാണെങ്കിലും അങ്ങനെ കാണൂല കേട്ടോ. ഇനി നമുക്ക് കട്ട് ബീഡാണ് തുന്നാനുള്ളത്. അപ്പോൾ ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. 3-4 എണ്ണം തുന്നിക്കഴിഞ്ഞപ്പോൾ അത് ഓർത്തേ. അപ്പോൾ ഞാൻ അടുത്തത് തുന്നണ എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് നൂലെടുത്തു, എന്നിട്ട് ഞാൻ കട്ട് ബീഡ് ഇട്ടു. കട്ട് ബീഡ് ഇട്ടിട്ട് നമുക്ക് അടുത്ത എവിടെയാണോ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന പോയിൻ്റ് അതിലേക്കൊന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് വീണ്ടും കട്ട് ബീഡ് ഇട്ടു അടുത്ത് മാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്ത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക്
എങ്ങനെയാണ്, അതായത് എങ്ങനെയാണ് ആ ഒരു കട്ട് ബീഡ് അതിലിങ്ങനെ ഫില്ലാവണ്ടേ എന്നുള്ളൊരു മാർക്കിങ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അതാകുമ്പോൾ വേഗം എളുപ്പമായിരിക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. പക്ഷേ ക്യാമറയിൽ അത് പതിഞ്ഞിട്ടില്ല കേട്ടോ മാർക്ക് ചെയ്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കുമ്പോൾ ഒന്ന് കാണാമെന്ന് തോന്നുന്നു, ഒരു ബ്ലൂ കളറിലെ പോലത്തെ മാർക്കിങ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ കട്ട് ബീഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചധികം സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ, ഞാൻ സെപ്പറേറ്റ് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് മാത്രമായിട്ടൊക്കെ കാണിച്ച് വീഡിയോ ഇടാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ കസ്റ്റമൈസ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഓണം കളക്ഷൻ ബേസ് ചെയ്ത് ഓണത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്, കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ ആണെങ്കിലും വലിയവർക്കുടെ ആണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി, ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ കട്ട് ബീഡ്സ് ഇങ്ങനെ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനത്തെ പോലെ ഞാൻ ചെയ്യണ പോലെ ഒന്ന് തുന്നിയെടുക്കുക. നമുക്ക് വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്ന കാരണം കുറച്ച് സ്പീഡിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ നമുക്ക് കട്ട് ബീഡ് അപ്പടി തുന്നിയെടുക്കാം. അപ്പോൾ തുന്നിയെടുത്ത് കഴിഞ്ഞിട്ട് ഫൈനലിൽ ഇതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും ചാനൽ കാണരുത് കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതേപോലെ കട്ട് ബീഡ് തുന്നിയെടുക്കണം. അപ്പോൾ തുന്നിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, കാര്യം കട്ട് ബീഡ് ആകുമ്പോൾ പെട്ടെന്ന് കൊളുത്തി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതേപോലെയാണ് ഫൈനൽ ലുക്ക് വരുന്നത്. നമുക്കിതെല്ലാം കഴിഞ്ഞ് സാരിയുടെ ചെസ്റ്റിലും സ്ലീവ്സിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാരിയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് വർക്ക് വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് എൻ്റെ സ്റ്റീമറാണ് അതുമേലെ ഒന്ന് ഡ്രേപ്പ് ചെയ്ത് കാണിച്ചതാണ്. അപ്പോൾ എവിടേക്കാണ് വർക്ക് ചെയ്തതെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ വർക്ക് ചെയ്ത് സ്റ്റാർട്ടിങ് കാണിച്ചത് ഇവിടുത്തെ ആയിരുന്നു, നമ്മുടെ പല്ലുവിൻ്റെ എൻഡിൽ ഈ കോർണറിൽ, അതായത് നമ്മൾ പിൻ ചെയ്ത് ഇവിടെ ഉടുക്കണ പോർഷനിലാണ് കേട്ടോ ആദ്യം ഞാൻ വർക്ക് കാണിച്ചു തന്നെ. നമ്മൾ ബാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ സാരിയുടെ ഇത് കണ്ടോ, നമ്മൾ പ്ലീറ്റ്സ് ചെയ്ത് കുത്തുന്ന ആദ്യത്തെ ഒരു സൈഡ് മാത്രം. അപ്പോൾ ആൾക്ക് 1 ലെയർ അഴിച്ചിടാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനിതിപ്പം ഒന്ന് പിൻ ചെയ്ത് കുത്തി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വർക്കുണ്ട്. അതേപോലെ തന്നെ ആ സെയിം തന്നെ ഫീലിൽ സ്ലീവ്സിലും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്കാറ്റർ ചെയ്തിട്ട് കട്ട് ബീഡ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തു. ഓൾറെഡി ഇതിൽ വർക്കുള്ള സാരി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ സാരിയുടെ ഫൈനൽ ലുക്ക്.